ഹലോ എവരിവൺ ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ദിവസം എന്ത് മാജിക്കാ സംഭവിച്ചതെന്ന് അറിയില്ല കേട്ടോ. ഞാൻ ഫുൾ ആക്റ്റീവായിരുന്നു, അതുപോലെ തന്നെ മനസ്സിനൊക്കെ നല്ല സമാധാനവും ഭയങ്കര സന്തോഷമൊക്കെ ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. ഇപ്പോൾ കുറേ നാളുകളായിട്ട് ഇങ്ങനെ ഒരു ദിവസമൊന്നും കഴിഞ്ഞു പോകാറില്ല. പക്ഷേ അതെ ഈ ഒരു ടൈം വരെ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടും സന്തോഷമായിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. ഇങ്ങനെ നല്ല മൂഡിലിരിക്കുന്ന സമയത്തൊക്കെ അമ്മ പറയാതെ തന്നെ എല്ലാ ജോലിയും ചെയ്യാനും എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. അപ്പം ഇന്ന് നമ്മുടെ ഒരു ഈവനിങ് വ്ളോഗാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. കോഴികൾ കരയണായിട്ടിട്ടാണല്ലോ പുറത്തേക്ക് ഇറങ്ങിയത്. അപ്പോഴാണ് അവർക്ക് തീറ്റയില്ല, കൂട്ടത്തിൽ അവർ മുട്ടയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാക്ക വന്ന് അവരെ ശല്യം ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് കരഞ്ഞതാണ്. മുട്ടയൊക്കെ ഇട്ടുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ നേരെ നനയ്ക്കാൻ നിന്നു കേട്ടോ. വേനൽക്കാലം തുടങ്ങിയല്ലോ, അതുകൊണ്ട് തന്നെ ചെടികളൊക്കെ വാടി തുടങ്ങി. ഞാൻ പുറത്ത് നനയ്ക്കുമ്പോഴേ കേൾക്കുന്നുണ്ട് കേട്ടോ പാപ്പൂൻ്റെയും അമ്മയുടെയും കൊഞ്ചിക്കൊണ്ടുള്ള സംസാരമൊക്കെ. വന്ന് നോക്കുമ്പോൾ രണ്ടാളും മടിയിലിരുത്തി താലോലിക്കുകയാണ്. പിന്നെ അതൊക്കെ നോക്കി പിന്നെ പുറത്ത് കുറച്ച് നനയ്ക്കാൻ വേറെ ഉണ്ടായിരുന്നു കേട്ടോ. അത് നനയ്ക്കാൻ നിൽക്കുമ്പോഴാണ് ഉണ്ണി ഒരു ഗ്ലാസ് ജ്യൂസ് കൊണ്ട് തന്നത്. അതൊക്കെ കുടിച്ച് ഇനി നമുക്ക് തുണികളൊക്കെ എടുത്തോണ്ടെന്ന് ഇടാം കേട്ടോ. ഇനി 2 ദിവസം മഴ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്, അതുകൊണ്ട് റിസ്ക് എടുത്തില്ല കേട്ടോ. എല്ലാ തുണിയും കൊണ്ടുവന്ന് ഇടുന്നുണ്ട്. ഇപ്പം അലക്കാൻ വൈകുന്നതുകൊണ്ട് തന്നെ എല്ലാ തുണിയും ഉണങ്ങി കിട്ടാറില്ല. പിന്നെ നമ്മൾ വിരിച്ചിടുന്ന സ്ഥലത്ത് ഒരുപാട് വെയിലില്ല കേട്ടോ. പക്ഷേ ഇന്ന് 2-3 തുണിയൊന്നും ഉണങ്ങിയിട്ടില്ല, എങ്കിലും ഞാനത് ജനലുമ്പോൾ കൊണ്ടുവന്നിടാമല്ലോ എന്ന് വെച്ച് എടുത്തോണ്ടെന്ന് വെക്കുന്നുണ്ട്. പിന്നെ അപ്പോഴേക്കും ടീ ടൈം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉണ്ണിക്കും അമ്മയ്ക്കുള്ള ചായയൊക്കെ വെച്ച് കൊടുത്ത് നേരെ പോയി ഞാൻ തുണികൾ മടക്കാമെന്ന് വിചാരിച്ചു. കാരണം 2-3 ഐറ്റമേ ഉള്ളൂ അടക്കി വയ്ക്കാൻ, അത് കൈയോടെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് അവിടെ മടി കൂടും കേട്ടോ. അതുകൊണ്ട് അതൊക്കെ കൈയോടെ ഉണ്ടെന്ന് മടക്കി വയ്ക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ് അടുക്കളയിൽ പോകുമ്പോഴാണ് ഒരുത്തി നിന്ന് അവിടെ പോപ്കോൺ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് നേരത്തെ അമ്മോട് പറയുന്നുണ്ടായിരുന്നു എനിക്ക് വിശക്കുന്നുണ്ട്, അടി ഉണ്ടാക്കിത്താ, കൊഴുക്കട്ട ഉണ്ടാക്കിത്താന്ന്. അമ്മ ഉണ്ടാക്കി കൊടുത്തില്ല എന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ട് ആശാത്തി ഇതേ വന്ന് പോപ്കോൺ ഉണ്ടാക്കാണ് കേട്ടോ. അപ്പോൾ എന്തോ നെറ്റിൽ നോക്കിയിട്ട് 2 ടൈപ്പ് പോപ്കോണാണ് ഉണ്ടാക്കുന്നത്. ആദ്യം ഉണ്ടാക്കുന്നത് ബട്ടർ വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് നേരം അവളുടെ അടുത്തിരുന്ന് വർത്താനൊക്കെ പറയാമെന്ന്. അവൾ ഉണ്ടാക്കുന്നത് നോക്കാമല്ലോ. ആൾക്ക് ഇതുപോലെയുള്ള ജോലിയൊക്കെ ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. എന്ത് സാധനം അവൾ ഉണ്ടാക്കിക്കോളും. പിന്നെ പോപ്കോൺ ഉണ്ടാക്കി ഞങ്ങൾ രണ്ടാളിരുന്ന് കഴിച്ചതിന് ശേഷം പാപ്പൂനെയും കൊണ്ടൊന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. കുറേ ദിവസമായിട്ട് അവളുടെ കൂടെ അധികം നേരം സ്പെൻഡ് ചെയ്തിട്ട് അങ്ങനെ നോക്കിയപ്പോഴാണ് ആൾക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ തന്നെ ഇരുന്ന ഒരു വീഡിയോ കാണാമായിരുന്നു. ഭയങ്കര കോമഡി ആയിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു കേട്ടോ. അത് കണ്ടിരുന്ന് ചിരിക്കുകയായിരുന്നു. പിന്നെ കുറച്ച് നേരം അവൾക്ക് പാപ്പൂൻ്റെ കൂടെ കളിക്കണം എന്ന് പറഞ്ഞപ്പോൾ അവളെ അഴിച്ചു വിട്ടിട്ട് ഞാൻ സൈഡിൽ നിന്ന് നോക്കാണ് കേട്ടോ. കാരണം എങ്ങാനും തെറ്റിപ്പോയി ആൾ ഓടിപ്പോയി കഴിഞ്ഞാൽ കിട്ടില്ല കേട്ടോ, അത്രയും സ്പീഡാണ്. അങ്ങനെ കുറച്ച് നേരം അവളെ കളിപ്പിച്ചപ്പോൾ തന്നെ ആൾക്ക് വയ്യാണ്ടായിട്ടുണ്ട് കേട്ടോ. പിന്നെ അവൾ മേത്തുനിന്ന് ഇറങ്ങുന്നുണ്ടായിരുന്നില്ല. പിന്നെ നേരെ വീട്ടിലേക്കൊക്കെ കൊണ്ടുവന്നാക്കി അവളെ. ഇനിയുള്ള പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ്റെ മുണ്ടും അതുപോലെ തന്നെ ബനിയനും തേച്ച് വയ്ക്കുക എന്നുള്ളതാണ് കേട്ടോ. ഞാൻ ഒരാഴ്ചയ്ക്കുള്ള മുണ്ടും ബനിയനാണ് തേച്ച് വയ്ക്കാറുള്ളത്. അതൊക്കെ ചെയ്ത് പിന്നെ വിളക്ക് വെക്കേണ്ട സമയമായി തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് നേരെ പോയിട്ട് മിറ്റടിക്കാം കേട്ടോ. ഇപ്പോൾ പുതിയ ജോലി എടുത്തതുകൊണ്ട് അധികം കുനിയേണ്ട ആവശ്യമില്ല. അപ്പം ഞാൻ ഈ മിറ്റടിക്കുമ്പോഴേ പാപ്പു കിടന്നവിടെ കരയുന്നുണ്ട് കേട്ടോ. അവൾക്ക് ഓടി ഓടി വയ്യാണ്ടായെന്ന് തോന്നുന്നുണ്ട്. പിന്നെ പുറവും അകമൊക്കെ അടിച്ചു വാരിയിട്ട് ഇനി നമുക്ക് ഉണക്കാൻ വെച്ച കുറച്ച് സാധനങ്ങളുണ്ട്, അത് കൊണ്ടുപോയി അകത്ത് വെച്ച് നോക്കുമ്പോൾ അത് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി അത് വെയിലത്ത് വെക്കുന്നത് ശരിയല്ലല്ലോ, അപ്പം നമുക്കത് പൊടിച്ചു വെക്കാം. ഇത് ഞാൻ പുതുതായിട്ട് വാങ്ങിയൊരു ചെടിയായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിയതാണ്. പിന്നെന്താ, ഇനി നമുക്കതൊക്കെ ഒന്ന് പൊടിച്ച് വെക്കാം. ഞാൻ എന്തെങ്കിലും ഒരു സാധനം പൊടിക്കാൻ എടുത്തു കഴിഞ്ഞാൽ അപ്പം തുടങ്ങും കേട്ടോ. കറണ്ട് പോവാ വരാം എന്നുള്ള അസുഖം. ഇന്നും അതുപോലെ തന്നെ കേട്ടോ. കുറച്ച് നേരം നിന്നിട്ടാണ് പൊടിക്കാൻ പറ്റിയത്. താളിപ്പൊടി പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്കിനി ഇഡ്ഡലിക്കുള്ള മാവ് അരച്ച് വയ്ക്കാം. അതും കൂടി കൈയോടെ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അല്ലെങ്കിൽ പിന്നെ അത് അമ്മയുടെ തലയിലാവും. അതൊക്കെ ശേഷം ഇനി നമുക്ക് കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് കഴുകി വയ്ക്കാമെന്ന് വിചാരിച്ചു. ഇതിപ്പോൾ കുറച്ച് പാത്രങ്ങളുള്ളൂ കേട്ടോ. വൈകുന്നേരം എടുത്ത സാധനങ്ങളുടെ പാത്രങ്ങൾ. എനിക്ക് ഈ സിങ്കിൽ ഇങ്ങനെ കുറേ പാത്രങ്ങൾ കൂടിക്കിടക്കുന്ന വലിയ ഇഷ്ടമൊന്നുമല്ല. എങ്കിലും ഉണ്ണി എടുത്തു കഴിഞ്ഞാൽ കഴുകി വയ്ക്കൽ കുറവാണ്. അപ്പോൾ ആ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വയ്ക്കുന്നുണ്ട്. ഇത്രയൊക്കെ ആയിരിക്കും കേട്ടോ വൈകുന്നേരത്തെ നമ്മുടെ പണികൾ. ഈവനിങ് എന്ന് പറയുമ്പോൾ ഒരുപാട് പണികളൊന്നും ഉണ്ടാവില്ലല്ലോ, അതൊക്കെ കുറച്ചേ ചെയ്യാനുണ്ടാവുള്ളൂ. അത് വേഗം തീർക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു പോളിസി. പാത്രങ്ങളൊക്കെ കഴുകി കുറച്ച് നേരം അവിടെ പോയി ഇരിക്കുമ്പോഴേക്കും വെടി പൊട്ടേണ്ട സമയമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിളക്കിൽ തിരിയൊക്കെ ഇട്ട് വെച്ച് വിളക്ക് വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൻ്റെ എനിക്ക് വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. നാളെ മറ്റൊരു വ്ളോഗായിട്ട് വരാം. അതുവരേക്കും ബൈ ബൈ.